ഹലോ, ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വ്ളോഗെന്ന് പറഞ്ഞാൽ ഒറ്റൊരു ദിവസത്തിലത്തെ വ്ളോഗല്ല, കുറച്ച് ദിവസങ്ങളത്തെ ക്ലിപ്സ് എല്ലാം മിക്സ് ആക്കിയിട്ടൊരു വ്ളോഗാണ്. ഞാൻ വിചാരിച്ചു ഫുള്ള് എന്നും ഒരേപോലത്തെ ഒരു വ്ളോഗ് ഇടുന്നതെക്കാട്ടും എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ കാലത്ത് എണീക്കുന്നു, ഡ്യൂട്ടിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, ഗൂഗിളിൻ്റെ കാര്യങ്ങൾ നോക്കുന്നു, വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കുന്നു, കിടന്നുറങ്ങുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ഓൾറെഡി അപ്ലോഡാക്കി. അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുമോ എന്നൊരു സംശയം. അപ്പോൾ ഞാൻ വിചാരിച്ചു ലൈഫിലത്തെ ഒരേ വീക്കിലത്തെ ഒരേ ദിവസങ്ങളിലത്തെ ചെറിയ ചെറിയ ഷോർട്സ് എടുത്തിട്ട് ഒരു കോമൺ ഒരു വ്ളോഗ് ആക്കാമെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്ങനെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലൊന്ന് കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ ആസ് യൂഷ്വൽ ഡെയിലി ഒരു 5:15 ആകുമ്പോൾ ഞാൻ എണീക്കും. ഗുഗുവിന് മൺഡേ ടു തേഴ്സ്ഡേ ആണ് സ്കൂള്. അപ്പോൾ കാലത്ത് അവൾക്ക് 6 മണിയാകുമ്പോഴേക്കും ബസ് വരും. അപ്പോൾ 5:30 ആകുമ്പോഴേക്കും കുട്ടി എണീക്കും. അപ്പോൾ ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാറില്ല. അപ്പോൾ കാലത്ത് സാധാരണ ഫ്രൂട്ട്സ്, കുക്കുംബർ അങ്ങനെയൊക്കെയാണ് കഴിക്കാറ്. ഞാൻ ബോയിൽഡ് എഗ്ഗ് കൊടുത്ത് നോക്കി, പക്ഷെ അത് അവൾ കഴിക്കണില്ല. അപ്പോൾ ഫ്രൂട്ട്സാണ് അവൾക്ക് കഴിക്കാൻ ഇഷ്ടം. പിന്നെ സ്കൂളിൽ 2 ബ്രേക്ക് ടൈം ഉണ്ടാവും. ഒരെണ്ണം സ്നാക്ക് ബ്രേക്കും പിന്നെ ഒരെണ്ണം നോർമൽ ഹെവി ബ്രേക്കും ഉണ്ടാവും. പക്ഷെ അവൾ അങ്ങനെ ചോറോ ഹെവി ടിഫിനായിട്ടൊന്നും കൊണ്ടുപോകാറില്ല. അവൾ ബേബി സിറ്റിങ്ങിൽ പോയിട്ടാണ് ചോറും കറിയും അങ്ങനെയൊക്കെ കഴിക്കാറുള്ളത്. അപ്പോൾ ഇപ്പോൾ ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് മാംഗോ പീലാക്കി കൊടുക്കുകയാണ്. പിന്നെ ഞങ്ങളുടെ കാലത്ത് റൂട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ചും കൂടി നേരത്തെ എണീച്ചിട്ട് കിച്ചണിലേക്ക് പോവും. എന്നിട്ട് അവൾക്ക് കാലത്ത് കഴിക്കാനുള്ളത്, പിന്നെ അവളുടെ ടിഫിൻ, വെള്ളം അതൊക്കെ ഞാൻ പാക്ക് ചെയ്യും. സനു ആണ് ഗുഗുവിനെ ഡ്രസ്സ് ചെയ്യിപ്പിക്കലും. പിന്നെ ഗുഗു തന്നെത്താൻ ബ്രഷൊക്കെ ചെയ്യും. അവളുടെ കാര്യങ്ങളൊക്കെ അവൾ തന്നെ ചെയ്യാറുണ്ട്. പിന്നെ സനു ഡ്രസ്സൊക്കെ മാറി കഴിഞ്ഞാൽ മുടി ഞാൻ കെട്ടി കൊടുക്കും. സനു ഡ്രോപ്പ് ആക്കാൻ പോകും ബസ് സ്റ്റോപ്പിലേക്ക്. അപ്പോൾ രണ്ടും എന്താ പറയുക, ഡിവിഷൻ ഓഫ് ലേബർ എന്ന് നമ്മൾ പറയുമല്ലോ, ആ ഒരു സംഭവമാണ്. അല്ലാണ്ട് എല്ലാം ഞാൻ തന്നെ ചെയ്യുക എന്നല്ല. ഞങ്ങൾ രണ്ടാളും ഡ്യൂട്ടീസ് ഈക്വലി ഷെയർ ആക്കിയിട്ടാണ് ഈ വീട് മുന്നോട്ട് കൊണ്ടുപോകണത്. അതല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് നമുക്ക് ഫ്രസ്ട്രേഷൻ തോന്നിക്കും. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഏർലി മോർണിംഗ് റൂട്ടീൻ. മൺഡേ ടു തേഴ്സ്ഡേ ഇങ്ങനെയാണ് സാധാരണ. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഫ്രൂഗലായിട്ട് ജീവിക്കാനാണ് ഇഷ്ടം. ആവശ്യമില്ലാണ്ട് പൈസ ചിലവാക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തൊരാളാണ്. പക്ഷേ എൻ്റെ ഓപ്പോസിറ്റാണ് സനുവിന് ഇങ്ങനെ ഓരോന്നൊക്കെ സാലറി വന്നു കഴിഞ്ഞാൽ ഓരോന്നിങ്ങനെ ഓൺലൈൻ ഓർഡർ ചെയ്യുക, ട്രൈ ചെയ്യുക, അതൊക്കെ ആൾക്ക് താല്പര്യമുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ട്രെൻഡിയോളിന് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ യൂട്യൂബിൽ ആക്റ്റീവ് അല്ലായിരുന്നു. ഈ മാസം ടെമൂന്നാണ് 2 പാക്കേജസ് ആയിട്ടാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പാക്കേജിൻ്റെ വീഡിയോ ഞാൻ എടുത്തു. രണ്ടാമത്തെ പാക്കേജ് വന്നപ്പോൾ ഞാൻ ഉണ്ടായിരുന്നില്ല, ഡ്യൂട്ടിയിലായിരുന്നു. അപ്പോൾ രണ്ടാളും കൂടിയിട്ട് അത് പൊട്ടിച്ചു, വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ ഈ പാക്കേജിൽ കുറച്ച് ഡ്രസ്സ്, ആ 2 ടോപ്സ് എൻ്റെ ടോപ്സാണ്. പിന്നെ ഗുഗുനൊരു ഫ്രോക്ക്, പിന്നെ ഗുഗുന് ടെൻറ്റ് ഹൗസ് വേണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഒരു ക്യാമറയും, വീട്ടിലൊരു ക്യാമറ വയ്ക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെ ഓൺലൈൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ക്യാമറ കിട്ടിയപ്പോൾ ഞങ്ങൾക്കൊരു പിടി കിട്ടിയില്ല, ഇത് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണമെന്ന്. പക്ഷേ പിന്നെ ഞങ്ങളത് ഫിക്സാക്കി. ഇപ്പോൾ എൻ്റെ ഫോണിൽ എനിക്ക് ക്യാമറ ചെക്ക് ചെയ്യാൻ പറ്റും. ചില സമയത്തൊക്കെ ഗുഗു സനു, ഇപ്പോൾ ഞാൻ ഡ്യൂട്ടിയിലാണ്, സനുവിന് ഓഫാണെങ്കിൽ ഗുഗു ചിലപ്പോൾ സനു ഷോപ്പിലേക്കോ അടുത്ത് മദീനയിലേക്കോ ഒക്കെ പോകുമ്പോൾ ആളിനെ ഒറ്റയ്ക്ക് വീട്ടിൽ വെച്ചിട്ട് പോകാറുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ക്യാമറ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒന്ന് കോൺഫിഡൻസ് ആവുമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ക്യാമറ ഓർഡർ ചെയ്തത്. പിന്നെ ടെൻറ്റ്, അയ്യോ, വലിയൊരു ടെൻറ്റാണ്. നമ്മളുടെ റൂമിലൊന്നും പാകമാവാത്തൊരു വലിയൊരു സൈസ് ടെൻറ്റ്. ഈ ടെൻറ്റ് ഫിക്സ് ആക്കാൻ നമ്മൾ കുറേ കഷ്ടപ്പെട്ടു. ഭയങ്കര ഡിഫിക്കൾട്ടൊരു ടാസ്ക് പോലെയാണിത് ഫീലായത്. പക്ഷേ പിന്നെ അതിൻ്റെ ട്രിക്ക് മനസ്സിലായപ്പോൾ ഓക്കെ ആയി. പക്ഷേ ഇത് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന ഉടനെയാണ് ഈ സംഭവത്തിന് തുടങ്ങിയത്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ യൂണിഫോമിൻ്റെ ഷർട്ട് മാത്രം ഞാൻ മാറ്റി വീഡിയോ എടുക്കേണ്ടത്, കാരണം പാൻറ്റ് ഇപ്പോഴും യൂണിഫോമിൻ്റെ പാൻറ്റ് ഇട്ടിട്ടാണ് ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗുഗുനാണെങ്കിൽ അത് അപ്പം തന്നെ ഫിക്സ് ആക്കണം.
ഞങ്ങൾ എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ അവസാനം ട്രിക്ക് മനസ്സിലായപ്പോൾ അത് വളരെ ഈസി ആയിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നൊരു 2 hours ഇതിൻ്റെ പിന്നിൽ ഒരു ദിവസം ഞങ്ങൾ പോയി കിട്ടി. അന്നത്തെ ദിവസം ഞങ്ങൾ കുക്കിംഗ് ഒന്നും ചെയ്തില്ല, പുറത്തുനിന്നാണ് ഫുഡ് ഓർഡർ ആക്കിയത്. പിന്നെ നാട്ടിലത്തെ ആൾക്കാർക്ക് ചിലപ്പോൾ ടെമുവിനെ കുറിച്ചിട്ട് അറിയുണ്ടാവില്ല. നമ്മളുടെ ഷീനൊക്കെ പോലത്തെ ഒരു ഷോപ്പിംഗ് വെബ്സൈറ്റാണ് ടെമു എന്ന് പറഞ്ഞാൽ. ചൈനയിൽ തന്നെയാണ്. ചീപ്പ് സംഭവങ്ങളാണ്. പിന്നെ നമ്മുടെ ലക്ക് അനുസരിച്ച് ചിലത് നല്ല സാധനങ്ങൾ കിട്ടും, ചിലത് പൊട്ട സാധനങ്ങൾ കിട്ടും. നമ്മൾ നോക്കി മേടിക്കണം. ഞാൻ ഓർഡർ ചെയ്തപ്പോൾ എനിക്കത് സക്സസ് ആയിട്ടാണ് തോന്നിയിരിക്കുന്നത്. സനു ആദ്യമായിട്ടാണ് ഓർഡർ ചെയ്തത്. എന്നോട് ചോദിക്കാനാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഈ ടെമുവിനൊക്കെ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ ശരിക്കും നമ്മൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ മേടിക്കാൻ. അതിൽ നമ്മൾ പിക്ചർ നോക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഫുൾ ഷൂ റാക്ക് ഇത്ര പൈസയ്ക്ക് കിട്ടുമെന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ ചിലപ്പോൾ ആ ഷൂ റാക്കിൻ്റെ ഒരു ബോക്സ് മാത്രമാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അത് ശരിക്കും നമ്മൾ നോക്കിയിട്ട് വേണം മേടിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞു 2 പാക്കേജസ് ആയിട്ടാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം എനിക്ക് 2 ഷർട്ട് പോലെയായിരുന്നു. പിന്നെ ഗുഗുവിനൊരു ഫ്രോക്ക് ശരിക്കും നമ്മൾ ബെഡ്ഷീറ്റിൻ്റെ ഒരു തുണി പോലെ ഫീൽ ആയത്. പക്ഷെ ഇട്ടിപ്പോൾ കുഴപ്പമില്ല. നമുക്ക് സാധാരണ ഡെയിലി വെയറിനൊക്കെ ഇടാൻ പറ്റിയതാണ്. സെക്കൻഡ് കൊറിയറിലും ഡ്രസ്സുകളായിരുന്നു, നല്ല ഡ്രസ്സുകളായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു. ഗുഗുവിന് ഒരു 4-5 ജോഡി ഡ്രസ്സ് ഉണ്ടായിരുന്നു, നല്ലതായിരുന്നു. എനിക്ക് സനു ഒരു ഷർട്ടും ഒരു ഫ്രോക്കും, പിന്നെ സനുവിനൊരു ടീഷർട്ടും, അതും നല്ലതായിരുന്നു. നിങ്ങൾക്ക് അതിൻ്റെ ഹോള് പോലെ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്തോളൂ. ഞാൻ ട്രൈ ചെയ്യാം. അതൊക്കെ ഗുഗു അങ്ങനെ ഇടാൻ സമ്മതിക്കില്ല, പുറത്ത് പോകുമ്പോൾ മാത്രം അങ്ങനെ ഇടാൻ സമ്മതിക്കുള്ളൂ. അപ്പോൾ പക്ഷേ നല്ല ക്വാളിറ്റി, എനിക്കിഷ്ടപ്പെട്ടു, കുഴപ്പമില്ല. അങ്ങനെ പിന്നെ ഈ UAE ലൈഫിൽ ഏറ്റവും കുട്ടികൾ ഫേസ് ചെയ്യുന്നൊരു ബുദ്ധിമുട്ടാണ് ഈ റൂമിൻ്റെ 4 ചുമരിൻ്റെ ഉള്ളിലത്തുള്ള ലൈഫ്. ഇവരിനെ എൻ്റർടൈൻ ആക്കി വെക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞങ്ങളിങ്ങനെ സാധാരണ എന്തെങ്കിലുമൊക്കെ വരച്ച് പാട്ട് പാടി എന്തെങ്കിലുമൊക്കെ ഒരു കളി കളിക്കും. കുറച്ച് നേരമൊക്കെ ഞാൻ കളിക്കും, അത് കഴിഞ്ഞ് എനിക്ക് ബോറടിയാവും. പിന്നെ അവളൊറ്റയ്ക്ക് കളിക്കും. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പ്ലേ ഡേറ്റ്. Hit the dance floor, hit the dance floor, I don't need baby. Baby, I don't need I don't need a man's in. This is mine. Did you like it? This is mine. Okay. I'm almost done. I need reviews. A really fast moment. I will finish for 5 minutes. Now we are going to pause it because I need to finish. ചില ദിവസങ്ങൾ ടിഫിനിൽ കൊണ്ടുപോകാൻ, ഓഫീസിൽ കൊണ്ടുപോകാൻ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. അപ്പം അങ്ങനത്തെ ദിവസങ്ങൾ ഞാനിങ്ങനെ മിക്സ്ഡ് വെജിറ്റബിൾ പരാഠ ഫ്രോസൺ ആയിട്ട് കിട്ടും, അതാണ് കൊണ്ടുപോകാറ്. ചിലർ പറയും ഇത് ഹെൽത്തി അല്ല എന്നൊക്കെ. നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ട് കഴിക്കുന്നത് കാട്ടും ബെറ്റർ ഇങ്ങനെ എന്തെങ്കിലും വീട്ടിൽ തന്നെ നമ്മൾ ഫ്രോസൺ ആണെങ്കിൽ എന്തായാലും കൊണ്ടുപോയി കഴിക്കല്ലേ നല്ലത്. പോയിന്റ് ടു ബി നോട്ടഡ്. ഇതൊരു സാറ്റർഡേ ആണ്. സാറ്റർഡേ ഡ്യൂട്ടി കഴിഞ്ഞ് ഗുഗുവിനെ പിക്ക് ചെയ്യാൻ പോകുമ്പോൾ ഒരു പ്രത്യേക തരം ഒരു എക്സൈറ്റ്മെൻറ്റാണ്. നമ്മൾ നടത്തത്തിലൊന്ന് സ്പീഡ് കൂടും, വേഗം വീട്ടിലെത്തണം, അങ്ങനത്തെ ഒക്കെ ഫീലിംഗ് ആണ്. ഇന്ന് സനു ഗുഗുവിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾറെഡി എത്തിയിട്ടുണ്ടായിരുന്നു ബേബി സിറ്റിങ്ങിൻ്റെ അവിടെ. എന്നിട്ട് ഞങ്ങൾ ഗുഗു പറഞ്ഞു ആൾക്ക് ക്ലേ മേടിക്കണമെന്ന്. ആൾക്ക് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ക്ലേ കൊണ്ട് ക്രിസ്മസ് ട്രീ ആൻഡ് സാന്താക്ലോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ക്ലേ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളൊരു ഗിഫ്റ്റ് മാർക്കറ്റിലേക്ക് പോവാണ്. ഞാൻ ആ ക്ലേയുടെ ഫോട്ടോ എടുക്കാൻ മറന്നു. 2 ദിറത്തിൻ്റെ നല്ല എയർ ഡ്രൈ ക്ലേ കിട്ടും, അത് മേടിച്ചു.
മേടിച്ചിട്ട് അവൾ ക്രിസ്മസ് ട്രീയുടെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ടൊരു ബ്യൂട്ടിഫുൾ റെയിൻബോ ഉണ്ടാക്കി. നല്ല ഭംഗിയില്ലേ? എൻ്റെ കുട്ടി നല്ല ക്രിയേറ്റീവാണ്. ഇത് സൺഡേ ആഫ്റ്റർനൂൺ ആണ്. സൺഡേ ആഫ്റ്റർനൂൺ അഗെയിൻ ഞങ്ങളുടെ പ്ലേ ഡേറ്റ് ആണ്. ഇന്നത്തെ കളി മെക്ഡോണൽഡ്സ് കൗണ്ടറായിട്ടാണ്. ഗുഗു മെക്ഡോണൽഡ്സിൻ്റെ സെയിൽസ് സ്റ്റാഫാണ്, ഞാൻ കസ്റ്റമറാണ്. I will say you the menu. I want. Let's Okay. have chocolate milkshake, Okay. mango milkshake also. There's fruits and one this. What was this name? Sabudana. And some fresh mangoes. There's cookie and McDonald's packet and some burger. Okay, I would like to have one Happy Meal, Okay. fresh mangoes. പൂരമിനിക്കൊന്ന് കാണണം കാന്ത, തിമിലയം എനിക്കൊന്ന് കൊട്ടണം കാന്ത, തിമിലയം എനിക്കൊന്ന് കൊട്ടണം കാന്ത, എന്നിട്ട് ആ പന്തലം എനിക്കൊന്ന് എന്ത് പാട്ടാ? My stupid heart, no, no, I try to let you go. Snowman can go. Now tell me, made a fool of someone. You always tell me I'm tricking you. So what do you call it? Made a fool of someone, tricked. So do you know the spelling of tricked? Try. Tricked. Tree. Tree. Da. Da.